ഗായ്സ്, ഞങ്ങളൊരു തലയില്ലാണ്ടായിപ്പോയി. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ഞങ്ങൾ എന്താ പറയുക, കൂർഗിന്ന് പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെ നേരെ മൈസൂരെത്തി. പിന്നെ മൈസൂരിൽ നിന്ന് വന്ന് ഇപ്പം ഞങ്ങൾ ബാംഗ്ലൂർ കബ്ബൺ പാർക്കിലുണ്ട്. ഇന്നലെ മൈസൂരുണ്ടായിരുന്നു. എന്തൊക്കെയോ ആയിപ്പോൾ ഏതായാലും കബ്ബൺ പാർക്ക്. ഇനി നമ്മൾ ബാംഗ്ലൂർ എത്തി പെട്ടെന്ന്. ഇനി ഇവിടുത്തെ വ്ളോഗാണ്. ഇവിടുത്തെ വ്ളോഗ് കുറേ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എടുക്കാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ കബ്ബൺ പാർക്കിൻ്റെ മുന്നിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ ഇവിടെ ചെറിയൊരു മഴ കിട്ടി. നിങ്ങൾക്ക് കബ്ബൺ പാർക്കൊക്കെ കാണിച്ചു തരാതാക്കുന്നത്. ഇതാണ് കബ്ബൺ പാർക്ക്. അല്ല, കബ്ബൺ പാർക്ക്. ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം വ്ളോഗ് ചെയ്ത സ്ഥലമാണ്. ഇതാണ് ഗൈസ് നമ്മുടെ കബ്ബൺ പാർക്ക്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളൂ. നമ്മൾ 4-5 പ്രാവശ്യം ഇവിടെ കബ്ബൺ പാർക്കൊക്കെ കാണിച്ചു തന്നിട്ട്. കബ്ബൺ പാർക്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കാരണം മരങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ മൺസൂൺ കാലത്താണ് തോന്നുന്നുണ്ട്. പിന്നെ കുറേ കിളികൾ, പട്ടികൾ, പിന്നെ കുറേ മനുഷ്യന്മാരുണ്ട്. കബ്ബൺ പാർക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല കമിതാക്കൾക്കും ഫാമിലിക്കും സപ്പിക്കൊക്കെ പറ്റുന്ന സ്ഥലമാണ്. എനിക്ക് പറ്റില്ല, പക്ഷെ ഇവിടെ കുറേ വന്നിക്കുന്നു. എന്ന് വെച്ചാൽ കപ്പിൾസിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വരുന്നത്. പിന്നെ അതാ ഇതുപോലത്തെ കുറേ വല്യാപ്പ മരങ്ങളുണ്ടാവും. വല്യാപ്പാപ്പ മരങ്ങൾ. ഇത് എത്ര കൊല്ലം വഴക്കറിലേക്കല്ലേ. അങ്ങനത്തെ കുറേ വല്യാപ്പ മരങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ പോയി, നിങ്ങളോട് പറഞ്ഞില്ല കേട്ടോ. എവിടെയൊക്കെ പോയി? എവിടെയൊക്കെ പോയില്ലേ? യൂണിവേഴ്സിറ്റി പോയി. പിന്നെ എവിടെയൊക്കെ പോയിട്ട് ഇപ്പം ഏതായാലും MG റോഡിലെത്തിക്കുന്നു. അവിടെ ഭയങ്കര ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. വൺ സെറ്റ് എല്ലാവരും ഇവിടെ വന്നില്ലേ. അവിടെ നിർത്തിയൊരു പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നോക്കട്ടെ, കാണിച്ചു തരാം. Guys, full crowd. എടുത്തോട്ട് വരികയൊക്കെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി അടുത്ത പത്ത് ഏതാണ് ഇവിടെ ഇരുന്ന് ബൈക്കൊക്കെ വെച്ച് ഇനി ഇവിടുന്ന് പോട്ടെ. ബദ്മാഷ് എവിടെയെങ്കിലും കയറിയുടെ പോയിട്ട് ഇനി നേരെ കോർമംഗളാണ്. ഗായ്സ്, ഞങ്ങൾ കോർമംഗളാണ്. MG റോഡിൽ നിന്ന് ഇറങ്ങി. ദീപാവലിയായിട്ട് ഇവിടെ ബാംഗ്ലൂർ രക്ഷ. ഗായ്സ്, ദീപാവലിക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂർ ഒരുങ്ങിയിട്ട് നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഒന്ന് പോകാം. കോർമംഗലം എന്താ അവസ്ഥ? അപ്പോൾ നേരെ ഗായ്സ്, അങ്ങനെ നമ്മൾ കോർമംഗലെത്തി. ഇവിടുത്തെ ദീപാവലിയൊക്കെ എങ്ങനെയാണ് നോക്കും. ഹായ്. ദിവാലി ബാംഗ്ലൂർ ദിവാലി. വണ്ടികളൊക്കെ ഇതാ പോകണം. അതിൻ്റെ ഇടയിൽ അതാ പോയിട്ട് ഏതാ പൊട്ടി ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഏത് വണ്ടിമേൽ പെയിന്റ് പോകും എന്തൊക്കെയാണ് നോക്കാം. അല്ലാ
നേരം കിട്ടിയാലേ അടുത്ത മാസക്കടക്കാവ് എടുത്ത് കൈ കണ്ടു റബ്ബേ വലിയ തലയിൽ വീണാല് മുടി കത്തും താടി കത്തും. അതാ പോണം. പോലീസ് വന്നിട്ട് വേപ്പെട്ടെ പോലീസ് വന്നൊരു തേങ്ങയില്ല. റോഡിനെ നടുക്കി കപ്പത്തിക്കുന്നു. മോന്തം ഹെൽമെറ്റ് എല്ലാം ഒരു ഭാഗത്ത് കൊട്ട്, ഒരു ഭാഗത്ത് പടം. ദീപാവലി എങ്ങനെയുണ്ട്? കിട്ടില്ല ദീപാവലി.
മതി കപ്പ ബിരിയാണി, പൊറോട്ട, സപ്പി. നമ്മളെ വ്ലോഗൊക്കെ എടുത്തിയപ്പി വയനാട്ടിലെത്തില്ലേ? ബാംഗ്ലൂരിൻ്റെ നേരെ വയനാട്. എൻ്റെ ഇടയ്ക്ക് വ്ലോഗൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. ഗൈസ് ഞങ്ങളങ്ങനെ വയനാട്ടിലെത്തി. ഒക്കെ പെട്ടെന്നില്ല. ട്രിപ്പ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ വീഡിയോ എടുക്കാനും വ്ലോഗ് ചെയ്യാനൊക്കെ മറന്നു. ഗായ്സ് ഞങ്ങളിങ്ങനെ വയനാട് എത്തിയിരിക്കുന്നു. നായ്ക്കട്ടി. ഗായ്സ് അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി. ബാംഗ്ലൂരിൽ നിന്നൊക്കെ പോന്നു. നായ്ക്കട്ടിയാണല്ലേ. നമ്മളെ ബൈക്കൊക്കെ അവിടെ ഉണ്ട്. പിന്നെ വയനാട് കയറി നായ്ക്കട്ടി നല്ല പോത്തുംകാലൊക്കെ കഴിച്ചു. പോത്തുംകാൽ കിട്ടുന്ന ഷോപ്പ് കയറി. അതുപോലെ ബീഫും പുട്ടൊക്കെ കഴിച്ചു. ഇപ്പോൾ അതാ അവിടെ ഇങ്ങനെ ഇവിടെ നിൽക്കുക നായ്ക്കട്ടി. സപ്പി പെട്ടെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ എൻ്റെ അമ്മനെ കാണണം, അപ്പം പോരെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോവാണ്. പെട്ടെന്ന് പോകുന്നത് അതിൻ്റെ ബാംഗ്ലൂരിൽ. അതാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാൻ. ഇപ്പോൾ ഏതായാലും നായ്ക്കട്ടി ഉണ്ട്. ഇവിടെ ഇറങ്ങി ജാക്കറ്റൊക്കെ ഇട്ട് ഇനി പോവാണ് നമ്മൾ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അവസാനിപ്പിക്കാം കേട്ടോ. എന്താ തപ്പി ട്രിപ്പിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത്? അടിപൊളിയല്ലേ? ആണോ? അടിപൊളിയാ. ആ പിന്നെ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത ട്രിപ്പ്. അപ്പോൾ ഓക്കെ ബൈ. ഡ്രൈവർ വണ്ടി എടുക്കൂ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ട്രിപ്പൊക്കെ കഴിഞ്ഞു. എവിടെയാണ്? കൂർഗ്, മൈസൂര്, ബാംഗ്ലൂര്, അങ്ങനെ എല്ലാ ട്രിപ്പും കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. എന്നെ കൂട്ടൂലേ? ഞങ്ങൾ പോയാലേ ഉണ്ടോ ആഞ്ഞാട് പോട്. പിന്നെ ഏതാ എന്നെ കൂട്ടാണ്ട് പോയി വരുമല്ലേ? നമുക്ക് നോക്കാം. ഒന്നുമില്ല, ഞാൻ ലോറി കിടന്നു. പിന്നെ തപ്പിയായിട്ട് പോയിട്ട് ഞാനങ്ങ് ഇല്ലാണ്ടായി. പിന്നെ വയനാട്ടിൽ ഈയടാ ഞാൻ വെടി ഇരിക്കും. ഗായ്സ് സപ്പിന്നെ കൂട്ടാണ്ട് അങ്ങ് പോയി. ഓൻ കുടുങ്ങിയെന്നല്ലാണ്ട് ഇപ്പം എന്ത്? ഓൻ പോവുകയില്ല. ഞാൻ എന്തായാലും വരികയും ചെയ്യും, കൂട്ടാൻ വരും. മറ്റേ ഫിലിമിൽ ഏതായിരുന്നു നീലാകാശം പച്ചക്കടൽ ചുവന്ന മുബി എന്ന് പറഞ്ഞല്ലേ, ബസ്സിൽ എൻ്റെ ആരോ എന്നോട് പറഞ്ഞില്ലേ ദുൽഖറിനോട് ഇങ്ങനെ കൂട്ടാൻ വരും എന്നൊക്കെ അറിയാമല്ലോ. എന്നെക്കൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാത്തിക്കുക വരികയും പോവല്ലേ ഏതായാലും പോയിക്കും. അതാ ഗൈസ് അപ്പിയേട്ടന് വലിയ മറ്റവനായി പോയത് എന്നെ കൂട്ടാൻ. ഒരു ഉളുപ്പില്ലാണ്ട് തിരിച്ചു തന്നാണ്ടോ, ഒരു ഉളുപ്പില്ലാണ്ട് തിരിച്ചു തന്നില്ല. ഞാൻ വിളിച്ചിട്ടും കൂടില്ല. വാ രണ്ടുമേ കയറിയിട്ട് ഇല കടിക്കാം. ലേശരുളുപ്പ് ലേശരുളുപ്പ്